സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറയ്ക്കാനാണ് സമരമെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കർണാടക സർക്കാർ കേരള സമരത്തിന് പിന്തുണ നൽകേണ്ട ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന. അത് ഇവർ 10ാം ധനകാര്യ കമ്മീഷനെയും 15ാം ധനകാര്യ കമ്മീഷൻ തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിട്ട് 1995 14ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനാണ് കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് തെരഞ്ഞെടുപ്പ് എടുക്കണതിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി? 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരള സർക്കാരിന്റെ സമരം രാഷ്ട്രീയ നാടകം എന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ വിമർശനം. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിനൊരു പ്രാധാന്യമില്ല. പാർലമെന്റിൽ ധനകാര്യമന്ത്രി പറയുന്നു കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണല്ലോ. അത് ഏതാണ് തെറ്റ് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ടോ? പിണറായി വിജയനെ ഇത്ര പേടിയാണോ വി.ഡി. സതീശൻ എന്നാണ് എന്റെ സംശയം. കേരളം സമരമുഖം തുറക്കുന്ന ജന്തർ മന്ദറിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനും ചേരുന്നു. രാധാകൃഷ്ണൻ, ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു സമരവേദിയാണിപ്പോൾ ജന്തർ മന്ദർ. എം.വി. ഗോവിന്ദനടക്കം അവിടെ എത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഈ പ്രതിഷേധം? തീർച്ചയായിട്ടും വേണു, ഒരുപക്ഷെ ഈ ജന്തർ മന്ദർ പല സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും പല ചരിത്രമായ പല സമരങ്ങൾക്കും വേദിയായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരം എന്ന രീതിയിൽ അപൂർവങ്ങളായിട്ടുള്ള സമരത്തിന്റെ ഗണത്തിലായിരിക്കും ഇന്ന് കേരളം നടത്തുന്ന ഈ സമരം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ് ഈ സമരത്തിൻ്റെത് എന്നത് സംബന്ധിച്ച് ആ ബോർഡിൽ വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോരാട്ടം എന്ന ഒരു മുദ്രാവാക്യമാണ് കേരളം ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഭരണഘടനയുടെ ഒരു ചിത്രവും ഒക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭരണഘടന കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തെ സർക്കാർ സംസ്ഥാനത്തോട് ചെയ്യുന്നത് ഫെഡറൽ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എന്നത് വിവരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനകം തന്നെ ഈ വേദി തയ്യാറായി കഴിഞ്ഞു. ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യത്തെ നിരയിൽ മുഖ്യമന്ത്രിമാർ, അത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ദേശീയ നേതാക്കൾ ഇവരായിരിക്കും ഈ ആദ്യത്തെ നിരയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ നിരയിൽ എംപിമാർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു നിരയാണ് ഉള്ളത്. അടുത്ത 2 നിരകളിൽ പാർട്ടി നേതാക്കൾക്കും MLA-മാർ ആയിട്ടുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ വേദി. ഇങ്ങനെ ഒരു ക്രമീകരണമാണ്. ആദ്യം 3 നിരകളിലാണ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ 4 നിരകളിലായിട്ടാണ് ഇപ്പോൾ ഈ കസേര ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളൊക്കെ നിരത്തി ഇവിടെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിയന്ത്രണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണുവിന് അറിയാവുന്നതുപോലെ ഈ ജന്തർ മന്ദർ എന്നുള്ളത് ഒരു സമരത്തിന്റെ വേദിയാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ, ഒന്നിലധികം മുഖ്യമന്ത്രിമാർ എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുക അപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് മറ്റ് ഒരു മുഖ്യമന്ത്രി എത്തുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമാണ് സുരക്ഷാ സൈനികരെ സംബന്ധിച്ച്. ആ ഘട്ടത്തിലാണ് ഏതാണ്ട് 3ഓളം മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കൾ അടക്കമുള്ളവരും ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഈ വേദിയുടെ മുൻവശവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വേദിയുടെ മുൻഭാഗത്ത് ഇതിന് പങ്കെടുക്കുന്ന ഒരു മാർച്ചായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഈ മാർച്ചിൽ പങ്കെടുക്കുന്നവർക്ക് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളാണ് ഉള്ളത്. എല്ലാ ഇടങ്ങളിലും, ഈ മേഖലയുടെ എല്ലാ ഇടങ്ങളിലും ഈ സമരത്തിന്റെ ലക്ഷ്യം വിവരിക്കുന്ന വിധത്തിലുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 11 മണിയോടുകൂടി ആരംഭിച്ച് 2 മണി വരെ നീളുന്ന വിധത്തിൽ ഈ സമരപരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ ജന്തർ മന്ദറാണ് ഇപ്പോൾ ഈ ഡൽഹിയിലെ സമരങ്ങൾ നടത്താനായിട്ട്
അംഗീകരിച്ചിട്ടുള്ള സ്ഥലം. 4ഓളം സമരങ്ങൾ ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ വേദിയുടെ 4 ദിശകളിലായിട്ടാണ് ഈ മറ്റ് സമരങ്ങളും നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കർശനമായിട്ട്, ഈ മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കർശനമായിട്ട് പാലിക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒക്കെ. ശരി, ആർ രാധാകൃഷ്ണൻ ജന്തർ മന്ദറിൽ വിവരങ്ങൾ നൽകുന്നത്. കേരള ഹൗസിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് തുടങ്ങുക. ഇപ്പോൾ കേരള ഹൗസിന് മുന്നിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം അല്പസമയത്തിനകം അതിൽ പങ്കുചേരും. പിന്നീട് ജന്തർ മന്ദറിലേക്ക് കേരള ഹൗസിന്റെ അങ്കണത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് തുടങ്ങും. ദൃശ്യങ്ങളിലേക്ക്. അല്പസമയത്തിനകം കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്കുള്ള പ്രതിഷേധ മാർച്ച് തുടങ്ങും. കേരളത്തിന്റെ പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി ഡൽഹിയിൽ നിന്നുള്ളവർ മുദ്രാവാക്യം മുഴക്കി ഇപ്പോൾ കേരള ഹൗസിന് മുന്നിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജന്തർ മന്ദറിൽ 11 മണി മുതലാണ് പ്രതിഷേധം തുടങ്ങുക. 2 മണിവരെയാണ് പ്രതിഷേധത്തിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം സമ്മേളനം, തുടർന്ന് പ്രതിഷേധം, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണൻ ജന്തർ മന്ദറിൽ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇപ്പോൾ എത്ര മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്? കെജ്രിവാളും ഭഗവത് മാനും ഉറപ്പാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു സ്റ്റാലിൻ. അപ്പോൾ ഒരർത്ഥത്തിൽ കോൺഗ്രസ് ഒഴികെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഒരു പരിച്ഛേദം കൂടെയാണ് കേരളത്തിനൊപ്പം അണിനിരക്കുന്നത് എന്ന് കരുതേണ്ടേ? തീർച്ചയായിട്ടുമാണ് വേണം, നമുക്ക് അങ്ങനെ തന്നെ വേണം കരുതാനായിട്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് നിലകൊള്ളുകയും അതിന് നേതൃത്വം നൽകാനായി കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാത്ത ഒരു സമരം ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മറ്റ് മുഖ്യമന്ത്രിമാരെല്ലാം അതിന് പിന്തുണ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വേദി അത് തന്നെയായിരിക്കും, വേണം സൂചിപ്പിച്ചതുപോലെ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. CPM-ന്റെ കേന്ദ്ര നേതാക്കൾ എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രകാശ് കാരാട്ടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ബൃന്ദ കാരാട്ടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, A. വിജയരാഘവൻ ഉണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇവിടേക്ക്. ശരി രാധാകൃഷ്ണൻ, ഇപ്പോൾ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും എല്ലാം വേദിയിൽ തന്നെ സന്നിഹിതരായിരിക്കുന്നു. വിജയരാഘവൻ അടക്കമുള്ള മറ്റ് PB അംഗങ്ങളും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ബൃന്ദയുടെ പ്രതികരണത്തിലേക്ക്. Significant and important message. It is, I think, a historic occasion when the entire cabinet of Kerala, led by the Chief Minister, all the MLAs, the MPs, have come here to Delhi to protest against the discrimination by the central government against Kerala and the people of Kerala. Kerala is a state which has made India proud. Every Indian should be proud of Kerala's achievements. And here you have a central government which is hell-bent on destroying those achievements by depriving Kerala of the legitimate share of resources and funds which are due to it. This is not dependent on this or that central government. This is the right of the people of Kerala. This is the right of Kerala as a state. And this is happening with all states where there are non-BJP governments. But Kerala specifically, because the achievements of Kerala are something every Indian has to be proud of. But instead of strengthening it, you are trying to destroy it. It's very, very shameful. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിനോട് ഉള്ള ഈ അവഗണനയ്ക്ക് എതിരെ ഉയരേണ്ട ഒരു സാഹചര്യമാണ് എന്നതാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ബൃന്ദ കാരാട്ട് വിവരിച്ചത്. അങ്ങനെ വളരെ ശക്തമാകുന്ന രീതിയിൽ ഈ സമരം ഈ ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വേണം. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള മോഡലിന്റെ പ്രാധാന്യവും കേന്ദ്ര സർക്കാർ അതിനോട് കാട്ടുന്ന നിഷേധാത്മക സമീപനത്തോടുള്ള പ്രതിഷേധവുമാണ് ബൃന്ദയുടെ വാക്കുകളിൽ കണ്ടത്. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ കേരള ഹൗസിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോപിക്കൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്. ഗോപി, എന്താണ് ബിനോയ് വിശ്വം പറയുന്നത്? വേണു, ഞാനിപ്പോൾ കേരള ഹൗസിന് മുന്നിലാണുള്ളത്. ഇവിടെ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നു കേൾക്കുന്നത് എല്ലായിടത്തും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളികളോടുകൂടി മാർച്ച് ചെയ്തുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ കേന്ദ്ര വിരുദ്ധ പ്രതിഷേധം തുടങ്ങാൻ പോകുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം എന്നോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധം, എന്ത് ഫലമുണ്ടാകും? ഈ പ്രതിഷേധം ലക്ഷ്യം കാണും. കാരണം
മുദ്രാവാക്യങ്ങൾ ഓരോന്നും നാടിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ഈ മുദ്രാവാക്യത്തിൻ്റെ സാരാംശം ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ കേരളം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അതെല്ലാവർക്കും ബോധ്യപ്പെടും, എല്ലാവർക്കും മനസ്സിലാക്കാനും കഴിയും. കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അത് കാണാൻ കൂട്ടാക്കാതെ അന്ധമായ രാഷ്ട്രീയ വേദം മൂലം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അന്ത്യമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള നാടിൻ്റെ ഒരു പോരാട്ടമാണിത്. ഇത് രാഷ്ട്രീയ സമരമല്ല എങ്കിൽ പോലും എന്തോ കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ സമരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാകുന്നില്ല. പലപ്പോഴും അവരെ നയിക്കുന്നത് ഇടുങ്ങിയ വികാരങ്ങളായതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഇതിനോട് സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ഈ സമരത്തിൻ്റെ ശരി, രാഷ്ട്രീയ യുക്തി, ദേശീയ ഐക്യത്തിൻ്റെ ധാരണ ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ സമരത്തിൽ കർണാടകത്തിലെ നേതാക്കന്മാർ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു കഴിഞ്ഞു ഈ സമരത്തിൻ്റെ ന്യായം എന്താണ്, ശരി എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പഴയ ഒരു പദ്യമുണ്ടല്ലോ, ഈഫ് വിന്റർ ഹാസ് കം ക്യാൻ സ്പ്രിംഗ് ബി ഫാർ അവേ. കർണാടകത്തിലെ കോൺഗ്രസ്സിന് ഇത് മനസ്സിലായെങ്കിൽ വളരെ വൈകാതെ കേരളത്തിലെ കോൺഗ്രസിനും മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നേ പറയാനുള്ളൂ. ഈ സമരത്തെ കുറിച്ചിട്ട് പരോക്ഷമായി പ്രധാനമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത് ഇത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിഭജനം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ്. കർണാടകയിലെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിലും കേരളത്തിന്റെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ കാണും? വിഭജന രാഷ്ട്രീയം ഞങ്ങളുടേതല്ല, അത് മോഡിയുടേതാണ്. മോഡി എല്ലാ തരത്തിലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം വിഭജനമാണ് ലക്ഷ്യമായി കാണുന്നത്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക, മുസ്ലിം ഭിന്നത ഉണ്ടാക്കുക, ജാതി ഭിന്നത ഉണ്ടാക്കുക, രാഷ്ട്രീയ ഭിന്നത ഉണ്ടാക്കുക, പ്രാദേശിക ഭിന്നത ഉണ്ടാക്കുക, എല്ലാ തരത്തിലും ഭിന്നത 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 വിഭാഗീയത. അതാണ് BJP രാഷ്ട്രീയത്തിൻ്റെ കാതൽ. അത് മോദിക്ക് അറിയാവൂ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഐക്യത്തിൻ്റെ കാവൽക്കാരാണ്. ഈ സർക്കാരിന്റെ കാലാവധി 3 മാസം മാത്രം ഉണ്ടു എന്നിരിക്കെ ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധം ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചോദിക്കേണ്ടത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോടാണ്. അവരൊക്കെ സംസാരിക്കുക, അവർ പറയുന്ന പാഠം പഠിക്കാൻ ശ്രമിക്കുക. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സഹായിച്ചേക്കാം. കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ പ്രതിഷേധമാണെങ്കിൽ തൃണമൂലിനെ ക്ഷണിക്കേണ്ടതായിരുന്നില്ലേ ശ്രീ ബിനോയ് വിശ്വം? കത്തൊക്കെ അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവിടെ അബ്ദുൽ വഹാബ് MP ഇപ്പോൾ കണ്ടു. അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ആശംസ അറിയിക്കാൻ വന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ കേരളത്തിലും UDF-നകത്ത് ഒരു എതിരഭിപ്രായം ഉണ്ട്, ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ അദ്ദേഹത്തെ കാണുക. അദ്ദേഹം ഇവിടെ ഉണ്ടാതായാലും അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം ലീഗ് നേതാവാണ്. ശരി, ബിനോയ് വിശ്വമാണ് പ്രതികരിച്ചത്. കേന്ദ്രാവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധ സമരം അല്പസമയത്തിനകം തുടങ്ങും. കേരള ഹൗസിൽ നിന്ന് പ്രതിഷേധ മാർച്ചോടെയാണ് സമരത്തിന് തുടക്കമാവുക.